നമസ്കാരം. ചാനൽ 5+ലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലം പരപ്പിലെ കടൽ മണൽ കൊള്ളയെക്കുറിച്ച് തന്നെയാണ് ഇന്നും. മനുഷ്യ സമൂഹത്തോടുള്ള ഒരു കുറ്റമാണിത് എന്നതിനാൽ ഇതിനെന്നും പ്രാധാന്യമുണ്ട്. അതും മറയ്ക്കാൻ എന്തെന്ത് വിദ്യകളാണെന്നോ ഭരണകൂടം കാണിക്കുന്നത്. കപട ദേശീയബോധം മറയാക്കിയാണ് കേരളത്തിൻ്റെ വിനാശത്തിന് വഴിവെക്കുന്ന തീരദേശ മണൽ കൊള്ളയ്ക്ക് കേന്ദ്ര സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തീരദേശ ധാതു പര്യവേക്ഷണത്തിൽ ഇന്ത്യ ഗോളാന്തര ശക്തിയാകുമെന്നാണ് കേന്ദ്ര ഖനിവകുപ്പ് സെക്രട്ടറി VL കാന്തറാവു ജനുവരി 10-11 തീയതികളിൽ ഇതിനായി നടന്ന റോഡ് ഷോയിൽ അവകാശപ്പെട്ടത്. രാജ്യത്തെ മണൽക്ഷാമം തീരുമെന്ന് മാത്രമല്ല, മണലൂട്ടലിലെ ലോക രാജാവിൻ്റെ പദവിയിലേക്ക് ഇന്ത്യ ഉയരുകയും ചെയ്യുമത്രേ. ഇന്ത്യ നമ്പർ 1. ഈ മണൽ കച്ചവടം രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമെന്നാണ് ഖനിവകുപ്പ് ജോയിന്റ് സെക്രട്ടറി വിവേക് ബാജ്പേയി ജനങ്ങളെ വ്യാമോഹിപ്പിച്ചത്. വൻ പാരിസ്ഥിതിക ജീവിത ദുരന്തമായി മാറുന്ന കടൽ മണൽ കൊള്ളയെക്കുറിച്ച് ഒരു വിധത്തിലുള്ള സാമൂഹിക ചർച്ചകൾക്കും ഇട കൊടുക്കാതെയാണ് വളരെ പെട്ടെന്ന് എല്ലാ വിധത്തിലും ഗോപ്യത സംരക്ഷിച്ചുകൊണ്ട് കൊല്ലം പരപ്പിലെ കടൽ മണൽ കൊള്ളയ്ക്ക് കേന്ദ്ര ഖനന മന്ത്രാലയം ഒരുങ്ങുന്നത്. ജനുവരി 10 കൊച്ചിയിലെ ഹോട്ടൽ റിനായിൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ റോഡ് ഷോ തൽപര കക്ഷികളെ മാത്രമാണ് അറിയിച്ചത്. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടന്ന ഹോട്ടലിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയതുപോലും ആരും അറിയാതെ പോയി. മാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി. 18 നടക്കുന്ന ടെൻഡറിൽ പങ്കെടുക്കാൻ ആളെ കൂട്ടുന്ന പരിപാടി എന്ന നിലയിൽ തൽപര കക്ഷികൾ മാത്രമാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുത്തത്. അവരെ മാത്രമാണ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ കേരള സമൂഹം ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോഴും ഇരുട്ടിലാണ്. സുതാര്യമല്ലാതെയാണ് മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്. ചെറിയ സംരംഭങ്ങൾക്ക് പോലും പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാത പഠനങ്ങൾ വേണം എന്നിരിക്കെ അത്തരം നിയമപരമായ ഒരു നടപടിക്രമവും കടൽ മണലൂറ്റ് പദ്ധതിക്ക് വേണ്ടി അധികൃതർ പാലിച്ചിട്ടില്ല. ഇതിൻ്റെ ആഘാതം അനുഭവിക്കുന്നവരെ കേൾക്കാൻ ഗവൺമെൻറ് മെനക്കെട്ടിട്ടില്ല. വളരെ പെട്ടെന്നാണ് എല്ലാം പൊട്ടിപ്പുറപ്പെട്ടത്. രാജ്യത്ത് ഏറ്റവും അധികം മത്സ്യം കിട്ടുന്ന പ്രദേശമാണ് കൊല്ലം പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഈ കടൽ. ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതിക്കുള്ളതുമായ മത്സ്യവൈവിധ്യത്തിൻ്റെ അക്ഷയ കലവറയാണിത്. മത്സ്യങ്ങളുടെ പ്രജനനത്തിന് അനുയോജ്യമായ ചെളിയടങ്ങിയ പ്രത്യേകതരം ജൈവാവസ്ഥയാണ് ഈ മണൽത്തിട്ടയുടെ 1.5 കിലോമീറ്റർ ദൂരത്തോളം കടൽ എന്ന് മത്സ്യശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നു. അതാണ് ഈ മേഖലയുടെ മത്സ്യസമ്പന്നതയുടെ രഹസ്യം. മണലെടുപ്പ് ഈ മേഖലയുടെ ഇത്തരം സവിശേഷതകൾ തകർക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. കടലിനെ ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയെയാണ് ഇത് ബാധിക്കുക. ഇത് കൊല്ലം പരപ്പിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതിയാവില്ല. ചാവക്കാട്, പൊന്നാനി മേഖലകൾ വരെ മുന്തിയ തരം വെള്ളക്കടൽ മണൽ ഉണ്ട് എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. സ്വാഭാവികമായും ഖനനവാദികൾ അങ്ങോട്ടും കണ്ണുവയ്ക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് വിവിധ തരം മണൽ തരങ്ങൾക്ക് വേണ്ടി കേരള തീരം മുഴുവൻ കുഴിക്കുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. കേരളത്തിൻ്റെ ശരാശരി വീതി 70-75 കിലോമീറ്ററാണ്. അതിൻ്റെ നല്ലൊരു പങ്ക് കടൽ മണൽ ഖനനം മൂലം ബാധിക്കപ്പെടും. ബാക്കി പ്രദേശങ്ങളിലെ കാലാവസ്ഥ അടക്കമുള്ള സാഹചര്യങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടും എന്നതിനാൽ ഇത്രയും കാലം ഒരു രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാൻ ഈ മണൽ ഖനനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 2023 തീരദേശ ധാതു സംരക്ഷണ നിയമം ഭേദഗതി പോലും രഹസ്യമായാണ് നടന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം കേരളീയരുടെയും പ്രശ്നമാണ്. അത്തരം ചെറുത്തുനിൽപ്പാണ് ഈ കാര്യത്തിൽ വേണ്ടത് എന്ന്
സാമൂഹിക പ്രവർത്തകരും പരിസ്ഥിതി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും നമ്മളോട് പറയുന്നു. അത് എങ്ങനെയാകും, അതിന് രൂപഭാവങ്ങൾ എന്താവും എന്ന് വ്യക്തമായി വരാനിരിക്കുന്നതേയുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.